ഹലോ, ഇത് എല്ലാവരും കൂടെ എങ്ങോട്ടായി ഓടിപ്പോകുന്നത്? ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇന്ന് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീട്രൂട്ട് കട്ട്ലറ്റുമായിട്ടാണ് കേട്ടോ. ചിക്കൻ കട്ട്ലറ്റിനെക്കാട്ടും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഒരു വലിയ ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുക, തൊലിയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ ഒരു വലിയ ഉരുളൻകിഴങ്ങ് എടുക്കുക. അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പ് ഒഴിച്ചിട്ട് കുക്കറിലിട്ടൊരു 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ വെന്ത് വന്നോളും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് തണുത്തതിന് ശേഷം ഈ ബീട്രൂട്ട് എന്താണ് ഈ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ബീട്രൂട്ട് നമ്മൾ ഇടിച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗവും നമുക്ക് നല്ല രീതിയിലായി കിട്ടത്തില്ല. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു വലിയ സവാള, ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതെല്ലാം കൂടി ഇടുക. ആദ്യം എടുത്ത പാത്രം ചെറുതായിപ്പോൾ, അതുകൊണ്ട് ഞാനൊരു വലിയ ബേസിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ മറ്റേതിനകത്ത് ഉപ്പിട്ട് വേവിച്ചതാണെങ്കിലും ഉള്ളിക്കകത്തൊന്നും ഉപ്പില്ലല്ലോ, അതുകൊണ്ട് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. നാക്ക് കുഴഞ്ഞു പോവുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു ശകലം, ഒരു പിഞ്ചിനൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ചിക്കൻ മസാലയാണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ഓഫ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മസാലകൾ ചേർക്കാവുന്ന മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കറി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലേശം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിനകത്ത് ഒന്ന് തടവി കൊടുക്കണം. ഇതേപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാക്കണം. എന്ന് വെച്ചാൽ അത്രയും ഹാർഡല്ല, സോഫ്റ്റാണ്. എന്നിട്ട് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഓരോ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ട്, കട്ട്ലറ്റിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, അതേപോലെ ആക്കിയെടുക്കണം. ഞാൻ കുറച്ചധികം കട്ട്ലറ്റ് ആക്കിയെടുത്തിട്ടുണ്ട്. വൈകിട്ടൊക്കെ കുട്ടികൾക്ക് വരുമ്പോഴത്തേക്ക് കഴിക്കാനൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ബീട്രൂട്ടൊന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് പോലും വളരെ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതേപോലെ ഷേപ്പുകളാക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് അതിൽ തിരിച്ചു മറിച്ച് വിട്ട് മൂപ്പിച്ചെടുക്കണം. അധികം എണ്ണ ആവശ്യമേ ഇല്ല, കുറച്ച് എണ്ണ മതി. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ മാത്രം പോരെ. അപ്പം കഴിവതും നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അതില്ലാത്തൊരു സാധാരണ ഇരുമ്പ് ചട്ടി എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മുടെ ഓരോ കട്ട്ലറ്റും ഇട്ട് കൊടുക്കാം. ഇതിൽ സത്യത്തിൽ പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഇത് കുറച്ചും കൂടെ കളറുണ്ട് നേരിട്ട് കാണാനായിട്ട്. പക്ഷേ വീഡിയോയിൽ എടുക്കുമ്പോഴത്തേക്ക് അത്രയും കളർ വരുന്നില്ല. നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നല്ലതുപോലെ ആ ഒരു നല്ല ചുമന്ന കളറിൽ കുറച്ചും കൂടെ ഒരു ചുമപ്പ് കൂടിയതുപോലത്തെ ഒരു കളറായിട്ട് വരും. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് പരുവം എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റാണ്. നമ്മൾ ആദ്യം കടിക്കുമ്പോൾ ചെറിയ മുരുമുരുപ്പും കാണും, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബീട്രൂട്ട് ഇഷ്ടമല്ലാത്തവർക്കും നല്ല ഈസി ആയിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. ലാസ്റ്റിൽ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം, ഇഷ്ടമുള്ളവർക്ക്. അല്ലാത്തവർക്ക് അല്ലാതെയും കഴിക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമ്മൾ കഴിക്കുക, അത്ര മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവൾ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.